Hello my dear students, good morning and welcome to Sasi Joshak. അപ്പോൾ SSLC Geography Chapter 3-ൽ നിന്നുള്ള നമ്മുടെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് ചാപ്റ്റർ ഏതാ? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. സോ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് രണ്ട് തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും. അപ്പോൾ അതിൽ കുറച്ച് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കുറച്ച് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കുകൾ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും വിചാരിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ടോപ്പിക് കാണാത്തവർ അതൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം കുറച്ചധികം ടോപ്പിക്കുകളുണ്ട്. പോപ്പുലേഷൻ സ്ട്രക്ചർ ഉണ്ട്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആൻഡ് ഡിപ്പെൻഡൻസി റേഷ്യോ, ദെൻ സെക്സ് റേഷ്യോ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി, ലിറ്ററസി റേറ്റ്, വിച്ച് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് വേരിയസ് ലെവൽസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഇൻ എ കൺട്രി. അതിനുശേഷം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട്. Then what are the problems still exist in the education sector of India which need to be solved. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ടോപ്പിക് കാണുന്നതിനോടൊപ്പം, ഈ ഡിസ്കഷൻ സെഷൻ കാണുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും പഠിച്ചും കൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ അതാ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 20 എത്തി നിൽക്കുകയാണ്. സോ ഇനി ഒരു 10 ദിവസം കൊണ്ടേ ഉള്ളൂ നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റിവിഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒപ്പം എത്തിക്കൊള്ളാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എത്തി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി? ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷനെ അഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി? അതിൽ ബർത്ത് റേറ്റ് ഉണ്ട്, ഡെത്ത് റേറ്റ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്. അപ്പോൾ എന്താ ഈ ബർത്ത് റേറ്റ്? ബർത്ത് റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് ലിവ് ബർത്ത് പെർ 1000. എത്രത്തോളം കുട്ടികൾ ജനിച്ചു എന്ന് മാത്രമല്ല, ജീവനോടുകൂടി ലൈവ് ബർത്ത് പെർ 1000 ആണ് എന്ത്? ബർത്ത് റേറ്റ്. അപ്പോൾ എന്താ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്? സോ ദി ഡെത്ത് റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000. 1000 ആളുകൾ എത്ര പേര് മരിച്ചു? ഡെത്ത് റേറ്റ് ഇസ് ദി നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000. അപ്പോൾ എന്താണ് മൈഗ്രേഷൻ? മൈഗ്രേഷൻ ഇസ് ദ സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഓഫ് എ റീജിയൻ ഇൻ അനദർ റീജിയൻ. ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് താമസം ഉറപ്പിക്കുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്? മൈഗ്രേഷൻ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതും എന്തിൽ പെടും? മൈഗ്രേഷനിൽ പെടും. ഇറ്റ് ഇസ് ദ സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഓഫ് എ റീജിയൻ ഇൻ അനദർ റീജിയൻ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഈ ഒരു സെഷനിലെ നമ്മുടെ ഫസ്റ്റ് മേജർ ടോപ്പിക് ആണ് ഏത്? പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് വൺ ഓഫ് ദി ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. സോ ഏജ് സ്ട്രക്ചർ is the classification of population into different age groups and presenting in the ratio of each group in the population. അപ്പോൾ എന്താണ് ശരിക്കും ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ശരിക്കും നമ്മുടെ നാട്ടിലുള്ള എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ പല പല ഏജ് ഗ്രൂപ്പായിട്ട് ഏജിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റേഷ്യോ നമ്മൾ എന്താണ്, ഓരോ ഗ്രൂപ്പ് ഇൻ ദ പോപ്പുലേഷൻ, ഓരോ ഗ്രൂപ്പിൻ്റെയും ബേസിസിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ of population into different age groups and presenting the ratio of each group in the population. ഇനി ഇവിടെ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? ഏജ് ഗ്രൂപ്പ്, സോ 0 to 14 വരെ ഉള്ളവര് ഒരു ഏജ് ഗ്രൂപ്പിലാണ്, ദെൻ 15 to 59 വയസ്സ് വരെ ഉള്ളത് ഒരു ഏജ് ഗ്രൂപ്പിൽ, ദെൻ 60 ആൻഡ് എബോ ഉള്ളവര് മറ്റൊരു ഏജ് ഗ്രൂപ്പിൽ. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലെ ഏജിനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആൻഡ് ഡിപ്പെൻഡൻസി റേഷ്യോ. ഇതിപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്, ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്ട്രക്ചർ, അതിനൊരു കണ്ടിന്യൂഷൻ പാർട്ട് തന്നെയാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആൻഡ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 59. നമ്മൾ 3 കാറ്റഗറി പറഞ്ഞു. 0 to 14 ഉണ്ടായിരുന്നു, 15 to 59 ഉണ്ടായിരുന്നു, 60 ആൻഡ് എബോ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ പറയുന്ന പോപ്പുലേഷനിൽ
15 to 59 വരെയുള്ള കാറ്റഗറിയിൽ വരുന്നവരാണ് എന്ത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിൽ പെടുന്നത്. സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 59. ഓക്കെ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്? 15 to 59 ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ റേഷ്യോ. ഹു ആർ ഐദർ എംപ്ലോയിഡ് ഓർ ആക്റ്റീവ്ലി ലുക്കിംഗ് ഫോർ ജോബ്സ്. ഒന്നുകിൽ ഇവർ എംപ്ലോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ വീണ്ടും ഒരു ജോലി ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇതാണ് എന്ത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അല്ലാതെ ചുമ്മാ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് ജോലി വീട്ടിൽ കൊണ്ടുവന്ന് തരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവർ ഈ കാറ്റഗറി പെടില്ല കേട്ടോ. സോ ഒന്നുകിൽ എംപ്ലോയിഡ് ആവണം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായി ജോലി അന്വേഷിക്കുന്നവരാവണം. അവരെല്ലാം ഏതിൽ പെടും? ഈ പറയുന്ന 15 to 59 കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഈ ഒരു വിഭാഗത്തെയാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. This age group has the capacity to contribute to the progress of the nation. ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ capability ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് 15 to 59. So the age group 0 to 14 years and 60 years and above are included in the dependent group. ശരിയല്ലേ? 0 to 14 വരെ ഉള്ളവരാണെങ്കിലും 60 and above ഉള്ളവരാണെങ്കിലും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ പറയുന്ന 15 to 59. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് മക്കളെ, നിങ്ങൾ എല്ലാവരും 0 to 14 അല്ലെങ്കിൽ 15 വരെയുള്ള ഏജ് ഗ്രൂപ്പാണ് അല്ലെ? ഇനി നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സ് എടുക്കുകയാണെങ്കിൽ 60 and above ഉള്ളവരാണ്. ഈ രണ്ട് വിഭാഗക്കാരും ആശ്രയിക്കുന്ന ആരാണ്? നിങ്ങളുടെ പാരന്റ്സിനെയാണ്. ശരിയല്ലേ? അപ്പോ ഈ രണ്ട് വിഭാഗം എന്താണ്? ഡിപ്പെൻഡന്റ് ഗ്രൂപ്പ്. അതായത് 0 to 14 60 and above ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? 15 to 59 എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ദാറ്റ്സ് വൈ ഈ പറയുന്ന 0 to 14 60 and above ഡിപ്പെൻഡന്റ് ഗ്രൂപ്പ് എന്നാണ് പറയുക. സോ their proportion in total population is known as dependency ratio. അവരുടെ പ്രൊപ്പോർഷൻ ടോട്ടൽ പോപ്പുലേഷനിൽ എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. Okay, this group depends on the working force of the country. ഒരു രാജ്യത്തിന്റെ വർക്കിംഗ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വിഭാഗമുള്ളത്. അതായത് 15 to 59 വരെയുള്ള ഏജ് ഗ്രൂപ്പ് വരെ. An increase in the dependency ratio decreases the per capita income. ഒരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Per capita income കുറയും. So many people in the age group 15 to 59 years do not have a job. പക്ഷേ പ്രശ്നം എന്താ അറിയോ? 15 to 59 വരെയുള്ള ഗ്രൂപ്പുകാരാണ് എന്ത് ഈ പറയുന്ന ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിൽ വരുന്നത്. ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 0 to 14 50 ഈ പറയുന്ന 60 and above വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് ജോബ് ഇല്ലെങ്കിലോ? ഷുവർ ആയിട്ടും ഒരുപാട് ബുദ്ധിമുട്ടും അല്ലേ? ദിസ് പോയിന്റ്സ് ടു ദ നെസസിറ്റി ഓഫ് യൂട്ടിലൈസിങ് ഹ്യൂമൻ റിസോഴ്സസ് ആപ്റ്റ്ലി. ഇതാണ് ഹ്യൂമൻ റിസോഴ്സസ് ആപ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക്. അപ്പൊ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്സ് റേഷ്യോ. സെക്സ് റേഷ്യോ ഇസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. എന്താണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്? സോ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ? നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. അതാണ് സെക്സ് റേഷ്യോ. ദ സെക്സ് റേഷ്യോ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തെ ഹ്യൂമൻ റിസോഴ്സസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ എന്തിനു സാധിക്കും? സെക്സ് റേഷ്യോ ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു സെൻസസ് 2011 ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണ്? 940. അതായത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട്? 940 സ്ത്രീകളെ ഉള്ളൂ. വുമന്റെ പോപ്പുലേഷൻ കുറവാണല്ലേ ഇവിടെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നോക്കി. ഇനി നമുക്ക് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നോക്കിയാലോ? സോ വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദ ലേബർ പൊട്ടൻഷ്യൽ? അപ്പൊ രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ വരാം. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് ചോദിച്ചാലും വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദ ലേബർ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാലും ആൻസർ സെയിം തന്നെയാണ്. സോ അതിൽ ഒന്നാമത്തത് എഡ്യൂക്കേഷൻ. അത് നമ്മൾ എങ്ങനെയാ നോക്കുക? ലിറ്ററസി റേറ്റിന്റെ ബേസിസിൽ. ദെൻ ഹെൽത്ത് കെയർ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കുക? ലൈഫ് എക്സ്പെക്ടൻസിയുടെ ബേസിസിൽ. ദെൻ ട്രെയിനിങ്, സോഷ്യൽ ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാത്ത 4 പോയിന്റ്സ് ആണ്. ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് 4 എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ് ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഓക്കെ, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് രാജ്യത്തിന്റെ വികസനത്തെ സഹായിക്കുന്നത് എന്ന് നോക്കാം. സോ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇംപ്രൂവ്സ് ദ സ്കിൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൽസ് എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ നല്ല രീതിയിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബെറ്റേഴ്സ് ദ ടെക്നോളജിക്കൽ നോ ഹൗ. നമ്മുടെ ടെക്നോളജിക്കൽ അറിവ് കൂടും. ശരിയല്ല? നല്ല രീതിയിൽ സ്കിൽ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവും. ദെൻ ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. നല്ല ജോലി കിട്ടാൻ
കാരണമാവും. അങ്ങനെ നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ല വരുമാനമാവും. സോ ഫൈനലി ഇറ്റ് വിൽ ലീഡ്സ് ടു ദി ഇംപ്രൂവ്മെന്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ അത് കാരണമാവും. അപ്പൊ ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി, ഇതൊരു ഫ്ലോ ചാർട്ട് രൂപത്തിലാണ് വരുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഇംപ്രൂവ്സ് ദ സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ടെക്നോളജിക്കൽ നോ ഹൗ ആൻഡ് ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ job and income and improves the standard of living. Okay. So argument about education and national income. ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടും നാഷണൽ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി ഈ പറയുന്ന എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ടെന്ന് നോക്കാം. എക്സ്പെർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 6% ഓക്കെ നാഷണൽ ഇൻകത്തിന്റെ 6% മസ്റ്റ് ബി സ്പെൻഡ് ഫോർ പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ. എഡ്യൂക്കേഷൻ സെക്ടറിൽ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 6% നാഷണൽ ഇൻകത്തിന്റെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. പക്ഷേ ഡ്യൂറിങ് ദ ഇയർ 2017-18 എന്ന് പറയുന്ന ആ ഒരു ഇയറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെൻഡ് ഓൺലി 3.7% മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ ഈ 3.7% മാത്രമേ എഡ്യൂക്കേഷനിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. ഹെൻസ് ദ ലിറ്ററസി റേറ്റ് കുഡ് നോട്ട് ബി ഇംപ്രൂവ്ഡ് അലോങ് ദി എക്സ്പെക്ടഡ് ലൈൻസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വലുതാണ്, പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്നത് അനുസരിച്ച് വലുതാവണമെങ്കിൽ അതിനനുസരിച്ച് ലിറ്ററസി റേറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ ഇൻകത്തിന്റെ 6% എങ്കിലും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു ഫിഗർ തലയിൽ ആലോചിച്ച് വെച്ചോളാം. 6% ആണ് അവര് പറഞ്ഞത്. പക്ഷെ എത്രയും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ? 3.7% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക? ഓൺ ദ ബേസിസ് ഓഫ് ലിറ്ററസി റേറ്റിന്റെ ബേസിസിലാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ലിറ്ററസി റേറ്റ് എന്താന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ലിറ്ററസി റേറ്റ് റിഫേഴ്സ് ടു ദി പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ദാറ്റ് കൻ റീഡ് ആൻഡ് റൈറ്റ് വിത്ത് കോംപ്രഹെൻഷൻ. എഴുതാനും വായിക്കാനും അറിയുന്ന ആളെ മാത്രമല്ല ലിറ്ററേറ്റ് എന്ന് പറയുക, അർത്ഥം മനസ്സിലാക്കി ഓക്കെ വിത്ത് കോംപ്രഹെൻഷൻ. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ അർത്ഥം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും കഴിയുന്ന പെർസെന്റേജ് ഓഫ് പോപ്പുലേഷനെയാണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് അക്കോർഡിംഗ് ടു 2011 സെൻസസ് എങ്ങനെയാണ്? മൊത്തം 74.04% നമുക്ക് ലിറ്ററസി റേറ്റ് ഉണ്ട്. അതിൽ തന്നെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 65.46% ഉള്ളൂ. പക്ഷെ മെയിലിന് എത്രയുണ്ട്? 82.14% ആണ് മെയിലിന്റെ പോപ്പുലേഷൻസ്. കമ്പയർ ടു ദി മെയിൽ പോപ്പുലേഷൻ ഫീമെയിൽ പോപ്പുലേഷൻ കുറവാണ് അല്ലേ. അപ്പൊ ലിറ്ററസി റേറ്റ് കിട്ടി. ഇനി ഈ പറയുന്ന എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് വേരിയസ് ലെവൽസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഇൻ എ കൺട്രി? സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാമാണ് വേരിയസ് ലെവൽസിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ. ഇനി നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നോക്കാം. RTE ആക്ട്. ഓക്കെ. ഇത് എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? 2009 ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യ ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ഹാസ് പാസ്ഡ് ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 2009. ഇന്ത്യയിലെ എഡ്യൂക്കേഷനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ് ചെയ്തിട്ടുണ്ട്. എന്നാണ് അത് പാസ്സാക്കിയിരിക്കുന്നത്? 2009 അത് പാസ്സാക്കിയിരിക്കുന്നത്. Okay. ഇനി the constitution ensures the goal of elementary education for all through RTE. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന എലിമെന്ററി എഡ്യൂക്കേഷൻ ഈ പറയുന്ന നമ്മൾ പറയില്ലേ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം അത് എൻഷുർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലൂടെയാണ് അത് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പ്രോബ്ലംസ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ ഓഫ് ഇന്ത്യ വിച്ച് നീഡ് ടു ബി സോൾവ്ഡ്? അപ്പൊ എന്തൊക്കെ ഇനി സോൾവ് ചെയ്യാണ്ട്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യേണ്ടത് നിലനിൽപ്പിലുള്ളത്? അത് നമുക്ക് നോക്കാം. 13 sections drop out from the school without completing the primary education. പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറെ അധികം കുട്ടികൾ പഠിപ്പ് നിർത്താറുണ്ട് അല്ലെ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് there is lack of availability of basic facilities in the education sector. എഡ്യൂക്കേഷൻ സെക്ടറിലെ ബേസിക് ഫെസിലിറ്റീസിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അത് എൻഷുർ ചെയ്യണം. മൂന്നാമത്തത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് എങ്ങനെയുള്ളതായിരിക്കണം? നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്റ്റിൽ നിലവിലുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഗവൺമെന്റിന്റെ കുറച്ച് പോളിസീസ് ഉണ്ട്. സോ ദ പ്രോജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. അതേപോലെ നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹൗ എ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ടു ബി എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ. ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വർക്ക് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഇൻ ദ മെഡിക്കൽ സെക്ടർ. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, ലൈഫ് എക്സ്പെക്ടൻസി ആൻഡ് advantages in developing human resource. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ഒരു എഡ്യൂക്കേഷന്റെ കുറച്ച് പ്രോജക്ട്സും ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റുമായിട്ട് നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ട് ഇതുവരെയുള്ള ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യണമെങ്കിൽ അടുത്തൊരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും പഠിച്ച് സെറ്റ് ആക്കിയിട്ട് പോരും അടുത്ത ക്ലാസ്സിലേക്ക്. അപ്പോൾ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്. ഈ ഒരു വീഡിയോ കാണുക, ഒപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സാസി ജുഷാക്കിന്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വിജയത്തോടൊപ്പം ഉറപ്പായിട്ടും ഞങ്ങൾ ഉണ്ടാവും. Anyway, thank you so much for watching today's session. See you. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ till then, thank you and have a nice day. Bye bye.